PT എക്സാമിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഗ്രാമർ റൂളുണ്ട്. അതാണ് പങ്ക്ച്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ പങ്ക്ച്വേഷനെ അത്ര പ്രാധാന്യത്തോടെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാറില്ല. പലരും അത് ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഈ കുത്ത കോമ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ അങ്ങ് നിസ്സാരവൽക്കരിച്ച് കാണുകയാണ് പതിവ്. പക്ഷെ അങ്ങനെയല്ല. കോമാസ്, ഫുൾ സ്റ്റോപ്സ്, പിന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇതെല്ലാം PT എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ റൈറ്റിങ്ങിൻ്റെയും ലിസണിങ്ങിൻ്റെയും മാർക്കിനെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോൾ ഉദാഹരണം, ആഫ്റ്റർ ദ ടെസ്റ്റ് ഷീ വെൻറ്റ് ഹോം എന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ പറയാം. പക്ഷെ നമ്മളത് ടൈപ്പ് ചെയ്ത് എഴുതുമ്പോൾ ആഫ്റ്റർ ദ ടെസ്റ്റ് ഷീ വെൻറ്റ് ഹോം അങ്ങനെ എഴുതണം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്കിനെ അത് ബാധിക്കാം. അപ്പോൾ ഏതൊക്കെ സെക്ഷൻസിലാണ് ഇത് ഇമ്പോർട്ടൻറ്റ്? എനിക്ക് തോന്നുന്നു സ്പീക്കിങ്ങിൻ്റെ ആ ഇതിലൊഴിച്ച് ബാക്കി എല്ലാത്തിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ്, എസ്സേ, റൈറ്റ് ഫ്രം ഡിക്റ്റേഷനിൽ ഇതിലെല്ലാം തന്നെ പങ്ക്ച്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം PT ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് താനും. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ നോക്കുക. സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിൻ്റെ ഒരു നല്ല സമ്മറിയും പിന്നെ മോശമായ ഒരു സമ്മറിയും അതിൻ്റെ ഒരു കമ്പാരിസൺ ഞാൻ കൊടുത്തേക്കാം. നിങ്ങളത് വായിച്ച് നോക്കുക. നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ഫുൾ സ്റ്റോപ്സ്, കോമ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക.